കേരളത്തിൽ നിന്ന് മന്ത്രി വാസവൻ പറഞ്ഞു കപ്പൽ മാർഗത്തിൽ അവർക്ക് ഇങ്ങോട്ട് വരാനുള്ള സൗകര്യം ഉണ്ടാക്കുമെന്ന്. അപ്പൊ എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറഞ്ഞത് ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ ഇവർക്ക് വേണ്ടി ഏർപ്പാടാക്കും എന്ന് പറഞ്ഞിരുന്നു ഒരു ബജറ്റില്. അതൊന്നും പറ്റിയില്ല. അത് ഈസി അല്ല, അതിന്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ കപ്പല് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഇതിന് പകരം നിൽക്കുന്ന ഒരു ഏർപ്പാടാണെന്ന്. കാരണം കപ്പലിൽ എത്രയോ ദിവസങ്ങൾ കൊണ്ടാണ്, അതായത് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ സ്വന്തം കുടുംബത്തോടൊപ്പം കഴിക്കാൻ വേണ്ടി ആറ്റുനോറ്റിരുന്ന് വരാൻ പോകുന്ന ഇവർക്ക് കപ്പലിൽ വരാം എന്ന് പറഞ്ഞാൽ അവർ അവിടുന്ന് എല്ലാ ജോലിയും കഴിഞ്ഞ് അവിടുന്ന് ഗുഡ് ബൈ പറഞ്ഞു വരികയാണെങ്കിൽ അവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കളും ഒക്കെ ആയിട്ടാണ് വരേണ്ടത്. അപ്പോൾ കപ്പൽ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എളുപ്പമാണ്. പക്ഷെ ഇത് ഒരാഴ്ചത്തെ അവധിക്ക്, 2 ആഴ്ചത്തെ അവധിക്ക്, 1 മാസത്തെ അവധിക്ക് ഒക്കെ വരിക, 2 വർഷം കൂടി ഒരു പക്ഷേ 2 മാസത്തെ അവധിക്ക് വന്നാൽ തന്നെയും കപ്പലിലാണ് യാത്രയെങ്കിൽ അവരുടെ ഒരുപാട് സമയം അതിനുവേണ്ടി നഷ്ടപ്പെടും. അപ്പൊ തീർച്ചയായിട്ടും ചാർട്ടേഡ് ഫ്ലൈറ്റ്സോ അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഗവൺമെന്റുകൾ, സംസ്ഥാന ഗവൺമെന്റുകൾ ഫെഡറൽ ഗവൺമെന്റിനെ, നമ്മുടെ യൂണിയൻ ഗവൺമെന്റിനെ മുള്ളിന്റെ മുകളിൽ നിർത്തിക്കൊണ്ട് തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ട് പരിഹാരം ഉണ്ടാക്കിയേ തീരൂ എന്ന ശക്തമായ ഒരു നിലപാടെടുത്താൽ എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് അത് ഈൽഡ് ചെയ്യും. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസില് ഇതിലെ നീതികേട്, ഇത്തരം വലിയ കാർട്ടലൈസേഷന്റെ അപകടം അവർക്ക് തിരിച്ചറിയുകയാണ്. എയർ ടിക്കറ്റിൽ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നത് പണക്കാരല്ല എന്നുള്ളൊരു ധാരണയാണ് നമ്മുടെ സമൂഹത്തിനുള്ളത്. അത് വളരെ തെറ്റായ ഇതാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ ഗൾഫ് കൺട്രീസ് കഴിഞ്ഞാല് മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ ധാരാളം മൈഗ്രേഷൻ, ബ്രെയിൻ ഡ്രെയിൻ ഒക്കെ നടത്തുന്നുണ്ട്. അവിടെയൊക്കെ പോയി നമ്മുടെ കുട്ടികൾ എന്ത് ജോലി ചെയ്യുന്നു എന്ന് എല്ലാവരും വിചാരിക്കുന്ന ഒരു നല്ല ഭാഗം കുട്ടികളും അവിടുത്തെ കെയർ ഇക്കോണമിയിലാണ് ജോലി ചെയ്യുന്നത്. അതായത് അവിടെ 60-ൽ മുകളിൽ പ്രായമുള്ളവരെ പരിരക്ഷിക്കാനുള്ള ജോലികളിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തന്നെ അറിയാം, എനിക്ക് അടുപ്പമുള്ള ഒരു കുട്ടി, പരിചയമുള്ള ഒരു കുട്ടി MA ലിറ്ററേച്ചർ പാസ്സായ കുട്ടിയാണ് ഇവിടെ നിന്ന്. അങ്ങനെ MA ലിറ്ററേച്ചർ പാസ്സായ കുട്ടിയും അവിടെ പോയി ഡൊമസ്റ്റിക് കെയർ ഇക്കോണമിയെ പറ്റി എന്തോ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. 16 ലക്ഷം രൂപ ഇവിടുന്ന് വായ്പ, ബാങ്ക് വായ്പ എടുത്താണ് ആ കുട്ടി പോയത്. അപ്പൊ നമ്മളൊന്ന് ആലോചിക്കണം, ആ കുട്ടിയൊക്കെ ബുദ്ധിശൂന്യതയാണ് കാണിക്കുന്നത്. പക്ഷെ ബുദ്ധിശൂന്യത എന്ന് പറയുമ്പോൾ അവിടെ കെയർ ഇക്കോണമിയിൽ 1 മാസം ലക്ഷങ്ങളുടെ പ്രതിഫലമാണ് പ്രതിമാസം കിട്ടുന്നത്. അങ്ങനെ അവരുടെ കുടുംബത്തെയും ഈ കടമൊക്കെ വീട്ടാമെന്ന ധാരണയിലാണ്. പക്ഷെ ഒരുപാട് കടം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്ന 90,000 കോടി പിന്നെ വായ്പകള്, വിദ്യാഭ്യാസ വായ്പകള് നോൺ പെർഫോമിംഗ് ആയിട്ട്, അതായത് കിട്ടാക്കടമായി മാറിയിരിക്കുന്നു എന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ തന്നെ. അത് 2-3 മാസം മുൻപാണ് ഞാൻ കണ്ടത്. അപ്പം എനിക്ക് പറയാനുള്ളത് ഇതാണ്, ഇതിനൊരു പരിഹാരം കാണണം. ഈ എയർ കമ്പനികളെ ഇതുപോലെ കാർട്ടൽ ഫോം ചെയ്ത് തോന്നിയതുപോലെ ഈ യാത്രക്കാരെ പിഴിയുന്ന സമ്പ്രദായത്തിനെ അനുവദിച്ചു കൊടുക്കരുത്. അങ്ങനെ അനുവദിച്ചു കൊടുത്താൽ, അതായത് ഈ കാർട്ടലൈസേഷനാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ക്യാപിറ്റലിസത്തിന്റെ, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ഈ കാർട്ടലൈസേഷനാണ്. കാർട്ടലൈസേഷൻ എവിടെയുണ്ടോ അവിടെയൊക്കെ ചൂഷണം ഉണ്ടാകും. അപ്പൊ ഇവിടെ വിമാനയാത്രക്കാരെയാണ് ചൂഷണം ചെയ്യുന്നത്. അതുപോലെ കാർട്ടലൈസേഷൻ നടക്കുമ്പോൾ ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഇവരൊക്കെ ഇന്ത്യയിലേക്ക് വന്ന്, അതായത് ഇന്ത്യയിലേക്ക് വന്നിട്ട് അവരെന്താ ചെയ്യുക? ഇവിടുത്തെ കുറച്ച് കമ്പനികളുടെ ഒക്കെ ഉൽപ്പന്നങ്ങൾ അവർ വാങ്ങുന്നുണ്ടാകും. പക്ഷെ അങ്ങനെ വാങ്ങി ഇവിടെ വലിയ തോതിൽ അഡ്വർടൈസ്മെന്റ് നടത്തി ഉൽപ്പന്നങ്ങൾ വിൽക്കുമ്പോൾ ഇവിടുത്തെ സാധാരണ മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസ്, നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങളാണ് ചവിട്ടി അരയ്ക്കപ്പെട്ട് അപ്രത്യക്ഷമാകുന്നത്. അങ്ങനെയാണ് ഇന്ത്യയുടെ തൊഴിലില്ലായ്മ 83.9% നിൽക്കുന്നു എന്ന് ILO, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, കഴിഞ്ഞ മാസം റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ അതൊക്കെ മുൻപിൽ കണ്ടുകൊണ്ട് വേണം ഈ കാർട്ടലൈസേഷനെ നമ്മൾ ടോളറേറ്റ് ചെയ്യാൻ. നമ്മൾ ഒരു കാരണവശാലും ഇന്ത്യ ഗവൺമെന്റ് ഈ കാർട്ടലൈസേഷൻ ടോളറേറ്റ് ചെയ്തുകൂടാ. ഇതിനെതിരെ നഖശിഖാന്തം എതിർക്കണം എല്ലാ വിധത്തിലും. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ പോകണമെങ്കിൽ അങ്ങനെ പോകണം. അതിനു മുൻപായിട്ട് തന്നെ ഈ എയർ കമ്പനികളുമായിട്ട്, അതായത് വിമാന കമ്പനികളുമായിട്ട് സംസാരിക്കണം. ഗവൺമെന്റിന് ഏതെങ്കിലും തരത്തിൽ ഇങ്ങോട്ട് വരികയും പോവുകയൊക്കെ ചെയ്താൽ മതി കമ്പനികൾ, അതും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണക്കാക്കും എന്നൊക്കെ വന്നാൽ ശാന്തം പാവം എന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ഇവിടെ എനിക്ക് അടിയന്തരമായി ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, എവിടെ പോയി നമ്മുടെ ലോക കേരള സഭ? പ്രവാസി സംഘടനകളൊക്കെ ഈ ഇഷ്യൂ വളരെ ശക്തമായിട്ട് എടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ലോക കേരള സഭയ്ക്ക് ഒരു നിലപാട് വേണം. കാരണം ലോക കേരള സഭ എന്ന് പറയുന്നത് ഗൾഫ് കൺട്രീസിൽ മാത്രമുള്ള പ്രവാസികളല്ല, എല്ലാ രാജ്യത്തു നിന്നുള്ള പ്രമുഖരായ പ്രവാസികളുടെ ഒരു സംഘടനയായിട്ടാണ് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
തീർച്ചയായിട്ടും അവർക്ക് അവരവർ ഇരിക്കുന്ന രാജ്യങ്ങളിലെ ഏവിയേഷൻ മന്ത്രാലയവുമായിട്ട് ഇത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അവർക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ് ഈ വിമാന കമ്പനികളുടെ കാർട്ടലൈസേഷൻ ആഗോള പോക്കുവരവ്, ആഗോള ട്രാൻസ്പോർട്ടേഷനെ വലിയ പരിധി വരെ നിരുത്സാഹപ്പെടുത്തും, അപകടത്തിലാക്കുമെന്ന്. അങ്ങനെ പറയുകയാണെങ്കിൽ ലോക കേരള സഭ ഈ അവസരത്തിനൊത്ത് ഉയർന്ന് തങ്ങളുടെ ജോലി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുക കൂടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയെയും അപ്രോച്ച് ചെയ്യാം. എന്താ കാരണം എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പാർലമെന്റിൽ എന്താണ് പറഞ്ഞത്? ഏവിയേഷൻ മന്ത്രി എന്താ പറഞ്ഞത്? അത് മാർക്കറ്റ് ഡ്രിവൺ പ്രൈസിങ് ആണെന്ന്. അതായത് വിപണിയിലെ ഡിമാൻഡും അതാണല്ലോ മാർക്കറ്റ് ഡ്രിവൺ പ്രൈസ് എന്ന് പറഞ്ഞാൽ തക്കാളിയുടെ വില കൂടുന്നു. എന്തുകൊണ്ട് വില കൂടുന്നു? ആവശ്യമേറുന്നു, സപ്ലൈ കുറയുന്നു എന്ന് പറയുന്നത്. അതുപോലെ അരിയുടെ വില കൂടുന്നു. എന്തുകൊണ്ട്? അരിയുടെ സപ്ലൈ കുറയുന്നു, ഡിമാൻഡ് കൂടുന്നു. അപ്പം മാർക്കറ്റ് ഡ്രിവൺ വിലയാണ് എന്ന് പറഞ്ഞാല് വിപണിയിലെ ആവശ്യത്തിനനുസരിച്ച്. അപ്പം എന്താ മന്ത്രി ഉദ്ദേശിച്ചത്? സീസൺ ആകുമ്പോഴേക്കും ഈ ടിക്കറ്റിന്റെ ആവശ്യക്കാർ കൂടും, അതുകൊണ്ട് തന്നെ വിലക്കയറ്റം ഉണ്ടാകുന്നു, ടിക്കറ്റിന്റെ വില കൂടുന്നു, ടിക്കറ്റ് ചാർജസ് കൂടുന്നു എന്നാണ്. പക്ഷേ നമ്മുടെ പ്രവാസികളിൽ പലരും മീഡിയ വഴി സംസാരിച്ചത് ഞാൻ ശ്രദ്ധിച്ചതാണ്, കേട്ടതാണ്. പലപ്പോഴും പല വിമാനങ്ങളിലും ഒഴിഞ്ഞു കിടക്കുന്ന ധാരാളം സീറ്റുകളുമായിട്ടാണ് അവർ യാത്ര ചെയ്യുന്നത്. ഇത്ര വലിയ വില കൊടുത്ത് ടിക്കറ്റ് എടുക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് വീട്ടിൽ പോകണമെന്ന് ആറ്റുനോറ്റു കാത്തിരുന്ന പലരും സ്വന്തം കുഞ്ഞിനെ കാണാൻ, ന്യൂ ബോൺ ബേബിയെ കാണാൻ ഒക്കെ ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ പ്രായമായ മാതാപിതാക്കളെ കാണാൻ. അങ്ങനെ എന്തെല്ലാം ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങളൊക്കെ മുൻനിർത്തി നോക്കിയിരുന്നവരാണ് ടിക്കറ്റ് ഫെയർ കേട്ട് തലകറങ്ങി വീണു. അവർക്ക് മേടിക്കാൻ പറ്റുന്നില്ല ടിക്കറ്റ്. അങ്ങനെ അപ്പോൾ അവസാനം വരുമ്പോൾ പല വിമാനങ്ങളിലും ധാരാളം സീറ്റുകൾ അൺഓക്യുപ്പൈഡ് ആയിട്ട്, അതായത് എടുക്കാൻ ആളില്ലാതെ കിടക്കുന്ന അവസ്ഥയിൽ യാത്ര ചെയ്യുന്നുണ്ട് എന്ന് അനുഭവസ്ഥരായ പ്രവാസികൾ തന്നെയാണ് ചാനലുകൾക്ക് മുൻപ് അവതരിപ്പിച്ചത്. അപ്പൊ അതിൽ നിന്ന് ഒന്ന് മനസ്സിലാക്കാം, ഇത് വിപണി ഡ്രിവൺ, മാർക്കറ്റ് ഡ്രിവൺ പ്രൈസ് റൈസ് അല്ല. പിന്നെ എന്താണ്? മനപൂർവമായിട്ട് കാർട്ടലൈസേഷന്റെ ഫലമായിട്ടുണ്ടായ പ്രൈസ് റൈസ് ആണ്. ഇത് നമ്മുടെ മന്ത്രിമാർ മനസ്സിലാക്കിയില്ലെങ്കിൽ പ്രിയപ്പെട്ട MP-മാരെ നിങ്ങൾ ഇത് മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ മാർക്കറ്റ് ഡ്രിവൺ വില കയറ്റമാണ് എങ്കിൽ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കില്ല പ്ലെയിനില്. അപ്പൊ പ്ലെയിനിൽ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു എന്ന് പ്രവാസികൾ നിങ്ങളോട് തന്നെ സംസാരിക്കുന്നതാണ് ഞാൻ കേട്ടത്. അത് ശരിയാണ്. അപ്പൊ ആ സാഹചര്യത്തില് ഈ തെറ്റ് മന്ത്രാലയത്തിന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. അങ്ങനെ ശക്തമായിട്ട്, അതായത് യുക്തിസഹമായിട്ട് പാർലമെന്റിൽ ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഗവൺമെന്റിനെ കൊണ്ട് ഒരു തീരുമാനം എടുപ്പിക്കാൻ പറ്റും. ഈ പറയപ്പെട്ട വിമാന കമ്പനികൾ തീർച്ചയായിട്ടും യുക്തിസഹമായ ഇടപെടലിന് മുൻപിൽ മുട്ടുമടക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ മുട്ടുമടക്കാൻ തയ്യാറല്ലെന്നുണ്ടെങ്കിൽ യു ഗോ ടു ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്.